സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ മാത്രമല്ല പല ക്ഷേത്രങ്ങളിലും നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ മുതലുകൾ മോഷണം പോവുകയാണ്. അതുമാത്രമല്ല, കേരളത്തിലെ ഒട്ടനവധി ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങൾ അറ്റകുറ്റപ്പണികൾക്കായി പൊളിച്ചിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. അവിടെ നിന്നൊക്കെ എന്തൊക്കെ മോഷണം പോയതായി ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ പിണറായി വിജയന്റെ കാലഘട്ടം ഒരു വിഗ്രഹ കൊള്ളയുടെ കാലഘട്ടം എന്ന് ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. വിശ്വാസികളെല്ലാം വലിയ നിരാശയിലാണിപ്പോൾ. നമുക്കറിയാം, ഒന്നാം പിണറായി കാലത്ത് എൻ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്താണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ പുരാവസ്തുക്കൾ മുഴുവൻ ലേലം ചെയ്യാനായി തീരുമാനിച്ചത്. ഒരു വൻ അന്താരാഷ്ട്ര കൊള്ളസംഘത്തെ കൊണ്ട് തന്നെ ഇത് മുഴുവൻ ലേലത്തിൽ എടുപ്പിക്കാനും അവരുമായി ധാരണയൊക്കെ ചെയ്തിട്ടാകാം ഒരുപക്ഷെ ഈ തീരുമാനത്തിൽ തന്നെ എത്തിയത്. പക്ഷെ അന്ന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തല അതിനെ അതിശക്തമായി എതിർത്തില്ലായിരുന്നുവെങ്കിൽ അത് മുഴുവൻ അടിച്ചുകൊണ്ടുപോയേനെ. എപ്പോഴേ കടൽ കടന്ന് അന്താരാഷ്ട്ര തട്ടിപ്പ് സംഘം കൊണ്ടുപോയേനെ എന്നർത്ഥം. ആ മഹാൻ വാസു ആണ് ഇന്ന് ജയിലിൽ കിടക്കുന്നത്. അതിനും ഒരു കാരണം രമേശ് ചെന്നിത്തല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് ഈ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന അന്ന് തുടങ്ങിയതാണ് പുരാവസ്തു വകുപ്പിലെ കണ്ണുവെക്കൽ എന്ന് രമേശ് ചെന്നിത്തല തന്നെ പറയുകയുണ്ടായി. കേരളത്തിലെ ഏതെല്ലാം ക്ഷേത്രങ്ങളിൽ നിന്നും എന്തെല്ലാം പോയിട്ടുണ്ട് എന്ന് ഓരോന്നോരോന്നായി അറിഞ്ഞു തുടങ്ങുകയാണ്. പലതും അറ്റകുറ്റപ്പണി എന്നും പൊളിച്ചിട്ടതിൻ്റെ പിന്നിൽ പോയി അന്വേഷിച്ചാൽ മതി, കാര്യങ്ങൾ വളരെ വ്യക്തമാകും. കടകംപള്ളിയുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചു എന്ന് പറയുന്ന പുരാവസ്തു തട്ടിപ്പിൻ്റെ തുടർച്ചയാണ് ഈ കാണുന്നതെല്ലാം എന്ന് പറയാം. പുരാവസ്തു കടത്ത് സംഘത്തിൻ്റെ ഇടപാട് അന്വേഷിക്കുക തന്നെ വേണം. ഇപ്പോൾ ഒരർത്ഥത്തിൽ കേസ് അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ്. കാരണം കേരളത്തിലെ മഹാന്മാരോടൊപ്പം അന്താരാഷ്ട്ര തലത്തിലുള്ളവരും ഈ തട്ടിപ്പിൽ കൂട്ടാളികളായിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിനും പരിമിതികൾ വരികയാണ്. അങ്ങനെ അന്താരാഷ്ട്ര പുരാവസ്തു കടത്ത് സംഘം ഇതിന് പിന്നിലുണ്ട്, ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ കേരള പോലീസ് അന്വേഷണമല്ല, ഒരു CBI അന്വേഷണം തന്നെ വേണമെന്ന് പലരും ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വവും ഇപ്പോഴും ഈ കൊള്ള സംഘത്തെ ഭയക്കുകയാണ്. കാരണം ഇവരുടെ മടിയിൽ ഖനമുണ്ട്. അത് പുറത്തായാൽ പണിപാളും. സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ പത്മകുമാറിന്റെയും വാസുവിന്റെയും പേരിൽ പാർട്ടി നടപടിയെടുക്കാത്തതിൽ മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഇതുവരെ എന്ന് പറയുമ്പോൾ ഇതിനപ്പുറം മറ്റെന്ത് തെളിവാണ് വേണ്ടത്? മറച്ചു പിടിക്കാൻ ചിലതെല്ലാം ഉള്ളത് കൊണ്ടാണ് രണ്ടുപേരെയും പാർട്ടിയും മുഖ്യമന്ത്രിയും സംരക്ഷിച്ച് കൊണ്ടുപോകുന്നത്. കൂടുതൽ ഉന്നതരുടെ പേര് അവർ പുറത്തു പറയുമെന്ന് മുഖ്യമന്ത്രിക്ക് താക്കീത് നൽകിക്കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. മുഖ്യമന്ത്രിയെ യഥാർത്ഥത്തിൽ പൂട്ടിവച്ചിരിക്കുന്നു. അതായത് സ്വർണ്ണക്കൊള്ള അത് അതിർത്തികൾ കടന്ന് അന്താരാഷ്ട്ര രേഖകൾ ഭേദിക്കുകയാണ്. പക്ഷേ പ്രധാനികൾ CPM-കാർ തന്നെയാണ്. അപ്പോഴാണ് മുഖ്യനെ പൂട്ടി പ്രതികൾ CPM-നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്.